സപ്ലൈകോയിൽ മാസം ആദ്യം തന്നെ സബ്സിഡി സാധനങ്ങൾ പലതും ജനങ്ങൾക്ക് കിട്ടാനില്ല. തിരുവനന്തപുരം നഗരത്തിലടക്കം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വെളിച്ചെണ്ണയും മുളകും കിട്ടാതായിട്ട് മാസങ്ങളായി എന്ന് ജനങ്ങൾ. സബ്സിഡി അരിയുടെ കാര്യമെടുത്താൽ ഉള്ളിടത്ത് മട്ടയില്ല, മട്ടയുള്ളിടത്ത് പച്ചരിയില്ല. സബ്സിഡി സാധനങ്ങൾ ലഭ്യമാകുന്നതിനായി 200 കോടി രൂപ ധനവകുപ്പിനോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം. സപ്ലൈകോയിൽ എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അത് എഴുതി വെച്ചിട്ടുണ്ട്, താങ്ങാവുന്ന വില, ഉറപ്പുള്ള ഗുണനിലവാരം. പക്ഷേ ഇത് രണ്ടും പ്രതീക്ഷിച്ച് സാധനങ്ങൾ വാങ്ങാൻ മാസം ആദ്യം എത്തുന്നവർക്ക് പോലും പല സബ്സിഡി സാധനങ്ങളും കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർക്ക് മുന്നിൽ ഒഴിഞ്ഞ റാക്കുകളാണ്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന റാക്ക് സബ്സിഡി മുളകിൻ്റെതാണ്. മുളകിൻ്റെ റാക്കിൽ ഇപ്പോഴുള്ളത് മുൻപ് മുളകുണ്ടായിരുന്നപ്പോഴുള്ള കുറച്ച് മുളകിൻ്റെ അരി മാത്രമാണ്. പുറത്ത് പൊതുവിപണിയിൽ മുളകിന് ഇപ്പോൾ കിലോ 170 രൂപയുണ്ട്. സപ്ലൈകോയിൽ സബ്സിഡി മുളകടക്കം 1 കിലോ മുളകിന് 145 രൂപയ്ക്കൊക്കെ ജനങ്ങൾക്ക് വാങ്ങാൻ കിട്ടേണ്ടതാണ്. പരിപ്പില്ല, മുളകില്ല, മല്ലില്ല. ഇവിടെ മുളകില്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പൈസ വെളിയിൽ കൂടുതൽ കൊടുത്ത് വാങ്ങിക്കണം. മുളകും വെളിച്ചെണ്ണയും അതൊന്നും ഇല്ല. അത് കിട്ടാറായിട്ട്, വെളിച്ചെണ്ണ കിട്ടാറായിട്ട് കുറേ നാളായി. പൊതുവിപണിയിൽ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ തീ വിലയാണ്. കിലോയ്ക്ക് 300 രൂപയൊക്കെ കൊടുക്കണം. സപ്ലൈകോയിൽ വരുമ്പോൾ ഇവിടെ ശബരി വെളിച്ചെണ്ണയില്ല. ശബരി വെളിച്ചെണ്ണയ്ക്കാണ് 1/2 ലിറ്ററിന് സബ്സിഡി ഉള്ളത്. ഇവിടെ ഉള്ളത് കേരയുടെ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിനെ തന്നെ 280 രൂപ അടുപ്പിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും വെളിച്ചെണ്ണ ഇല്ലാത്തതും സാധാരണക്കാരെ സംബന്ധിച്ച് മുളകില്ലാത്ത പോലെ തന്നെ പ്രശ്നമാണ്. വെളിച്ചെണ്ണ ഇപ്പോൾ 2-3 മാസം കൊണ്ടേ ഇല്ല. അപ്പോൾ ഈ ഇല്ലായ്മയുടെ പരാതികൾ തീരുന്നില്ല. റാക്കുകളിൽ ചില സബ്സിഡി സാധനങ്ങളൊക്കെ ഉണ്ട്, അത് വസ്തുതയാണ്. ചെറുപയർ, ഉഴുന്ന്, കടല, വൻപയർ. അപ്പോഴും മല്ലിയുടെ റാക്ക് ഇതാ ഒഴിഞ്ഞടക്കുകയാണ്. സബ്സിഡി സാധനമാണ്. അതുപോലെ തന്നെ മറ്റൊരു സബ്സിഡി ഇനമായ സാമ്പാർ പരിപ്പ്, അത് ആ റാക്ക് ഒഴിഞ്ഞടക്കുകയാണ്. സാമ്പാർ പരിപ്പിൻ്റെ മുൻപ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പരിപ്പെല്ലാം ഇവിടെ കിടപ്പുണ്ട്. മുളകില്ല, പരിപ്പില്ല, വെളിച്ചെണ്ണയില്ല. അരിയില്ലാത്ത പ്രശ്നം കഴിഞ്ഞ കുറേ നാളുകളായുണ്ട്. ജയരി ഇല്ലായിരുന്നു, ഇപ്പോൾ ജയരി വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചരിയില്ല. ജയരിയുണ്ട്, പച്ചരിയില്ല. എല്ലാം ഒരിക്കൽ വരുമ്പം എല്ലാം നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ വരാൻ മടിക്കുക. സപ്ലൈകോയിലെ റാക്കുകൾ ഒഴിഞ്ഞു കിടക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സർക്കാർ പണം കൊടുക്കാത്തതാണ് പ്രശ്നമെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ബഹളം വയ്ക്കാൻ പലരും ഇപ്പോൾ മുതിരുന്നില്ല. സർക്കാരിനോട് പറയാനുള്ളത് പാവങ്ങളുടെ വയറ്റത്തടിക്കരുത് എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവർ കൊടുക്കാത്തത് കൊണ്ടാണ് സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്ത, അവർക്ക് അത് ഇറക്കാനായിട്ട് പറ്റുന്നില്ല. അതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ കെയർ ചെയ്ത്, അപ്പം അത് ആ സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല. പിന്നെ മാർജിൻ ഫ്രീ എന്ന് പറയുന്നതല്ലാതെ കാര്യങ്ങളൊന്നുമില്ല. പ്രധാന പ്രശ്നമായി സപ്ലൈകോ വിലയിരുത്തുന്നത് സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു, പണം കൊടുക്കുന്നില്ല, അതുകൊണ്ട് സാധനങ്ങളൊന്നും വിതരണക്കാർ നൽകുന്നില്ല എന്നതാണ്. എന്തായാലും 200 കോടി രൂപ സപ്ലൈകോയ്ക്ക് നൽകാൻ വേണ്ടി ധനവകുപ്പിനോട് ചോദിച്ചിട്ടുണ്ടെന്നാണ് ഭക്ഷ്യവകുപ്പ് വിശദീകരിക്കുന്നത്. സെക്രട്ടേറിയറ്റിനടുത്തുള്ള സപ്ലൈകോയിലും എല്ലാ സബ്സിഡി സാധനങ്ങളും വാങ്ങാൻ കിട്ടില്ല. 4 ഇനങ്ങൾ ഇവിടെ ഇല്ല. മല്ലിയില്ല, മുളകില്ല, വെളിച്ചെണ്ണയില്ല, കേറൈസ്, അവിടെ പച്ചരി ഉണ്ടായിരുന്നില്ല, ഇവിടെ മട്ടയരിയാണ് ഇല്ലാത്തത്. നമ്മളൊക്കെ എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന പൈസ കിട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനൊക്കെയാണ് കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് നമ്മൾ സപ്ലൈകോയൊക്കെ അല്ലേ. അപ്പോൾ സാധനം കിട്ടാതാകുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. സപ്ലൈകോയ്ക്ക് സർക്കാർ പണം കൊടുക്കണം, എന്നാൽ മാത്രമേ ഇവിടെ സാധനങ്ങൾ നിറയൂ. സാധാരണക്കാർ ആഗ്രഹിക്കുന്നതും അതാണ്. ഈ വാർത്തയും അതിനുവേണ്ടിയാണ്. സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാതാകുമ്പോൾ താളം തെറ്റുന്നത് സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റാണ്. ക്യാമറമാൻ അനൂപിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.